ഞാൻ തേങ്ങയിലെന്ത് ഇങ്ങനെ നോക്കിയത്. ഓ നോക്കിക്കഴിഞ്ഞാൽ തേങ്ങ വരുവാ. ഞാൻ ആദ്യമായിട്ട് അയക്കുന്നു നോക്കിക്കഴിഞ്ഞാൽ തേങ്ങ വരുമെന്ന്. എന്നാ ഇങ്ങോട്ടിനി ഓ നിങ്ങൾക്കല്ലേ ഒരു വലിച്ച കോമഡി ഉണ്ടാവുമല്ല. ഓ ഞാനൊരു തമാശ പറഞ്ഞാണോ? തമാശ പറയാൻ പറ്റൂലേ? നിങ്ങൾക്ക് അപ്പോഴൊരു തമാശ അല്ലേ. മീൻ മുള്ളനും ചോന്ന മീനും കിട്ടി. ഓ മുള്ളനും ചോന്ന മീനോ? നല്ല പൈസ ആയിട്ടുണ്ടാവൂലേ? നീ അങ്ങനെ സാധാരണ വാങ്ങില്ലല്ലോ. നിങ്ങൾ ഒന്നല്ല വാങ്ങല്ലോ. തേങ്ങ ആടുന്ന് വൈക്കുന്ന കിട്ടിയതാണ്. ഇത് പറിച്ചിട്ട് ഒഴിവായതാണ്. അവർ പറക്കുമ്പോ ഒഴിവായി പോയതാണ്. അതായത് നിനക്ക് അറക്കാൻ തേങ്ങയല്ല. എന്തുകൊണ്ട് ഒന്ന് കാരപ്പം കിട്ടി തന്നെപ്പാ തന്നെ. നീ തരുമ്പം തിന്നാണെടുക്കാൻ കഴിയാ. അല്ലെ പിന്നെ ഇതിനും കൂടെ ചിലപ്പം പറഞ്ഞല്ലോ നല്ല ഉണ്ണിയപ്പം ഉണ്ടേ. കാരപ്പം മധുരം ഉണ്ടാ? മധുരല്ലാണ്ട് പിന്നെ പുളിയ ഉണ്ടാവില്ല അല്ലേ? നല്ല അപ്പണ്ണ. ചായ കാരപ്പം വന്നാല് അവർക്കന്നല്ല അന്നേരം അവര് ചെറിയൊരു കടി എടുത്തിട്ട് വന്നു കണ്ടിട്ടേ ചാടിക്ക് വേനല്ലേ വരുന്നുണ്ട്. എണ്ണക്കടയിൽ കണക്കാനാണ്. അതുകൊണ്ട് രണ്ട് കാരപ്പം കിട്ടിയില്ലേ? ഞാൻ അമ്മക്കും കൊടുത്തു. അച്ഛനാദ്യം ബാങ്കിലേക്ക് പോകുന്നുണ്ടായി ഏട്ടനെ കൂട്ടിയിട്ട്. ബാങ്കിലേക്ക് അമ്മയുടെ ഒറ്റക്ക് ഇരിക്കുന്നു. വേഗം അറിയാക്ക എന്നാലേ ഇപ്പൊ സമയാവൂല. എങ്ങനെ ആക്കുന്നു? മുള്ളെന്നാക്കുന്നു? മുള്ളം പൊരിക്കുന്നു. മറ്റേതോ അരച്ചിട്ടാ? എന്നാ പിന്നെ ചാറാക്കാൻ തേങ്ങ അരച്ചാക്കിക്കോ. എല്ലാവർക്കും എത്തണ്ട. അത്രല്ലേ ഇല്ലു. അത് വലിയ പൈസ ആയിനാ. ആരാ നീ? ആരാ പിന്നെ മനസ്സിന്? നഷു ചോന്ന മീനെ കൂട്ടൂലു. നമ്മ പിന്നെ എന്ത് കിട്ടിയാലും മല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം. ആ തേങ്ങ ഒരുക്കുമ്പോ നല്ല നല്ല പാട്ടെല്ലാം വരുന്നുണ്ടെല്ലാം. വേഗം ഉരുക്ക് എന്നിട്ട് അത് ഉടച്ചിട്ടാ. നമ്മള് ശ്രീനിവാസേട്ടൻ പാടി പാട്ടല്ല അതല്ല. കത്തി തേങ്ങ വെള്ളം ഞാൻ തരില്ലേ? അപ്പൊ അല്ലാതെ നമ്മുടെ ചോന്ന മീൻ ആദ്യം കഷ്ണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലായിരിക്കും എത്തണ്ടേ അല്ലേ? അതുകൊണ്ട് ചെറിയ ചെറിയ കഷ്ണാക്കാണ്ട് നടക്കൂല. ഒട്ടക നാലിനകത്ത് ഇല്ലു അല്ലേ? വലിയ മീനാണ് കേട്ടാ അല്ലേ? ആ വാലിനടക്കുന്ന കുറച്ച് വലുതാക്കാറ നീ. അല്ലെങ്കിൽ വാലൊന്നും ഉണ്ടാവില്ലേ. വാലനക്കായി കൊതിയും കിട്ടല്ലേ. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പാറു എത്തിയിട്ടുണ്ട്. എത്താൻ കുറച്ച് വൈകി പോയി കേട്ടാ. എല്ലാം നമ്മുടെ പട്ടിച്ചട്ട എല്ലാം തിന്നു. പട്ടിച്ചേച്ചി എല്ലാം തിന്നു കേട്ടാ. എനിക്ക് വെച്ചിട്ടാ. നിനക്കിനി കറിയാവട്ടല്ലേ? മീൻകറി പെരക്കി തരാട്ടാ. കരയാണ്ടിരിക്കുമേ. മീൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളിലേക്ക് നമ്മുടെ സവാള അരിഞ്ഞത്, പിന്നെന്തെല്ലാം, ഒരു തക്കാളി, ചെറിയ ഇഞ്ചി കഷ്ണമുണ്ട്, ഉലുവ, പച്ചമുളക്, എല്ലാം പെട്ടെന്നുള്ള ഏർപ്പാടല്ലേ അതേ. പുളി ഇതാക്കടാ. പുളി ഞോണ്ടറാ. അപ്പോൾ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ്? കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക്, മല്ലിപ്പൊടി, പാകത്തിന് ഉപ്പ്. അല്ല ഇത് എങ്ങനെയാക്കാനാ ഉദ്ദേശിക്കുന്നത് നീ? തേങ്ങ വറുത്തരക്കുന്നില്ല അല്ലേ? എങ്ങനെയാക്കുന്നത് തേങ്ങ? ആ തേങ്ങ അരച്ചു കൂട്ടിട്ടൊക്കെയാണ്. ഒരുപാട് പ്രതീക്ഷിച്ചു, പക്ഷെ പ്രതീക്ഷിച്ചല്ല നടന്നത്. എൻ്റെ അതാ നേരെ വിപരീതമാക്കുന്നത്. നമ്മുടെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ.
ഇനി ഇത് അടുപ്പത്ത് വെക്കും. ഇത് വേകുമ്പോ ഇതിൽ തേങ്ങ കൂട്ടും. അങ്ങനെയാണല്ലേ? തന്നെ കറി. ആയിക്കോട്ടെ. നമ്മളെ പാവപ്പെട്ടവരെ കറി. പാവപ്പെട്ടവർക്ക് കറിയും പൈസക്കാർ വേറെ കറിയും ഉണ്ട്. എനിക്കറിയില്ല, കറിക്ക് അങ്ങനൊന്നുമില്ല. പാവപ്പെട്ട പൈസക്കാരൻ അങ്ങനൊന്നുമില്ല. വറുത്തരക്കണം കുറച്ച് വെളിച്ചെണ്ണയിലും പാടും. നല്ല ഒച്ചല്ല, ആ ടേബിളിൽ നിന്ന് പൊട്ടിക്കുവാ. ടേബിളിന് മുകളിൽ വെച്ചിട്ട് നല്ല എളുപ്പ പണിയന്നെ അല്ലേ? പോകാൻ നോക്കിയ കിരോഷ്മയിൽ ബോംബിട്ട പോലെ ഉണ്ടല്ലോ. ഹിരോഷ്മയിൽ ബോംബിട്ട പോലെ. ചോറായിട്ടേ ഓ, അത് എടുത്തിട്ട് വേണം നമ്മളെ മീൻകറി വെക്കാൻ അല്ലേ? അങ്ങനെ അരി ബന്ധു അല്ലേ? ചോറൂട്ടൽ. കാലത്തിന്റെ കരി നോക്കി ആ സാധനം വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ആ വള വെച്ചിട്ട് കരിയാവില്ല. കരിയാവണ്ട കരി നോക്കി കരി പിടിച്ചിട്ട് കത്തുന്ന ഒത്തൊന്നുമില്ലേ? അപ്പൊ നമ്മുടെ കറി ഇടുന്ന് വേവട്ടെ. എന്നാ നീ മൊബൈലിൽ കാണിക്കുന്നത്? നച്ചും അവള് ഫ്രണ്ട്സുകളെല്ലാം നോക്കിയതാ, മനസ്സിലാവുന്നില്ലേ? നച്ചു അടിപൊളി. അവന് എത്തിയിട്ടാ നേരം. ഇപ്പൊ എന്തായി നോക്കട്ടെ, കുറച്ച് സമയമായി. ആഹാ, നല്ല രസമുണ്ട് കാണാൻ, നല്ല കളർ അല്ലേ? ഇനി നമ്മുടെ തേങ്ങയും ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടി ഒതുക്കിയത് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. മതിയാ? ഇളക്കി കൊടുത്താൽ മതി, ഇളക്കണ്ട അല്ലേ? അവന് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ കറി അല്ലേ? നമ്മുടെ കറി എടുത്തു വെക്കുന്നുണ്ടേ, വറുത്തിടണം അല്ലേ? ഇന്ന് ഞാനും കുപ്പിയും തമ്മിൽ രാവിലെ സ്റ്റണ്ടാന്ന് പറയാ. ദോശ ചൂടാനാക്കി ചമ്മനെ വെളിച്ചെണ്ണ കിട്ടുന്നില്ലേ, കിട്ടുന്നേനിട്ട് ഞാൻ പപ്പടം കുത്തിയോണ്ട് കുത്തിയെടുത്തു. തണുപ്പ് നല്ല തണുപ്പാണ് കേട്ടാ. നിങ്ങളുടെ നാട്ടിലെ തണുപ്പുണ്ടാ അല്ലേ? നമ്മളിവിടെ ഭയങ്കര തണുപ്പാണ്. തണുപ്പ് പോലെ വേണം, തണുപ്പാണ്, തണുപ്പ് വേണം. അതായത് ചക്കി മാങ്ങനും ഉണ്ടാവൂലു. അപ്പോൾ ഏകദേശം കടുക് ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. കറിവേപ്പില, ചിലക്കെല്ലാം പറഞ്ഞാൽ ഈ മീനിന്റെ കടു ഇതും വറുത്തിടൂല. അതെയാ? അപ്പൊ നമ്മിങ്ങനെ ചെയ്യണ്ട കേട്ടാ, അതുകൊണ്ട് ചെയ്യുന്നു. ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം, ഇഷ്ടമില്ലാത്തവർക്ക് ചെയ്യണം. സമയം ഇപ്പോൾ 1:30 അച്ഛനമ്മയും അവിടെ വിശന്നിരിക്കുന്നുണ്ടാവും. ഇനി വേഗം കറി കൊണ്ട് കൊടുക്കണം. അപ്പോൾ മുള്ളൻ പൊരിക്കുന്നുണ്ടാ? ഇത് വേഗം അച്ഛനമ്മ കൊണ്ട് കൊടുക്കല. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ടേ. കറി ഇതാ പൊള്ളുന്നുണ്ടേ. കറിയാ? കറി ഇതാ തേങ്ങച്ച മറ്റേത് പുയ്യാപ്പിള ചോന്നമീൻ.
അപ്പോൾ അച്ഛനമ്മയും ചോറ് കഴിക്കലായി. സാമ്പാറുണ്ട്, മീൻകറി. അച്ഛാ മീൻകറി എന്തുണ്ട്? മീൻകറി എന്തുണ്ട്? നല്ല തന്നെയാ. അപ്പോൾ ഇന്നത്തെ ചോറ് കഴിക്കലായി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അല്ലാതെ ഇവിടെ തേങ്ങച്ച മീൻകറി. ആദ്യം 2 കഷ്ണം വേണ്ടു. ആദ്യം മതി ചാറ് വെച്ചതിൻ്റെ. ഇപ്പം എല്ലാവർക്കും എത്തണം, അതാണ് അത്ര ഇല്ല. ചാറ് വെച്ചാൽ മതി. ശേഷം നമ്മുടെ മുള്ളൻ മീൻ പൊരിച്ചതുണ്ട്. ഇത് അനക്ക് എത്രയാണ്? 2 വലുത് ചെറുതും ഒക്കെ. ഒറ്റ കഷ്ണം മതി. മതി മതി. അപ്പോൾ ആദ്യം കറി ഉണ്ടാക്കിയാണല്ലോ കഴിക്കുന്നുണ്ട്. ചോറ് വന്നിട്ടേ നൂജകണ്ടോ ഒന്നല്ല. കറി രസമുണ്ടോ? വെച്ചവരങ്ങനെ പറയില്ല. എന്നാ പിന്നെ ഞാനും കൂട്ടിയാൽ മുട്ടുന്നു. ഇപ്പോൾ തേങ്ങ അരച്ച നമ്മുടെ പുയ്യാപ്പിള ചുവന്ന മീൻ. ചോറ് എന്തോ കുറച്ച് കുറവ് തന്നെയാണ്. എങ്ങനെയുണ്ട്? കറി നല്ല തന്നെ. കറി നല്ല തന്നെ. ചോറിൻ്റെ കുറച്ച് ഇതായിപ്പോയി. ഈ നല്ലോണം കറി വേണം. പെരക്കി കുഴച്ച് തിന്നുണ്ട് ചോറാണ്. തേങ്ങ അരച്ച് നോക്കാൻ പറ്റിയ കറിയാണ് ചുവന്ന മീൻ. വാങ്ങിയിട്ട് നോക്കാം അല്ലേ? ഒരു ദിവസം വറുത്തരച്ച് നോക്കണം. ഇത് നമ്മൾ മുള്ളൻ, വലിയ മുള്ളനാണ്. ഇത് ആവാൻ കുറച്ച് വൈകി. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ട് കൊടുക്കാം അല്ലേ? വൈകുന്നേരം കൊണ്ട് കൊടുക്കാം. അതിന് മുള്ളൻ പിന്നെ ചോദിക്കണ്ട, പൊരിച്ച് കഴിഞ്ഞാൽ സംഭവം സൂപ്പറാണ്. മതിയേ ഉപ്പിട്ട് ചെറുന്നിറങ്ങാം. നല്ല പുളി. മയൂല ചോറായിപ്പോയി. അതുകൊണ്ട് ഒരിക്കലേ വാങ്ങൂല കേട്ടോ. കറി നല്ല ആയാലും. കഴിക്കട്ടെ. ഓക്കെ.